പരിശുദ്ധനും മഹാബലവാനും മഹാജ്ഞാനിയുമായ ജ്ഞാനികളുടേവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവിൻ്റെ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു ദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ഇന്ന് 20-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത് ഒരു ജയഘോഷത്തിൻ്റെ സങ്കീർത്തനം അല്ലെങ്കിൽ ജയത്തിനായുള്ള പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. രാജാക്കന്മാർ യുദ്ധത്തിനെല്ലാം പോകുന്നതിന് മുമ്പ് ജനങ്ങളും പൗരോഹിത്യവും ചേർന്നുകൊണ്ട് ചെയ്യുന്ന യഹൂദ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. യുദ്ധത്തിന് മുൻപുള്ളതായ പ്രാർത്ഥന, രാജാവിനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് വളരെ മനോഹരമായൊരിതാണ്. പ്രോമിസസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളേറെ നിറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് അത് കാണുന്നത്. ഒടുവിൽ അത് ജയഘോഷത്തോടെ അവസാനിക്കുന്നതായിട്ടും കാണുന്നു. ഇത് ഗാനമായി ആലപിച്ച ജോൺ ബുൾ എന്ന് പറയുന്ന വ്യക്തി, ബ്രിട്ടനിലെ ദേശീയ ഗാനമായിട്ടിത് ഇന്നും ആലപിക്കപ്പെടുന്നുണ്ട്. ബംഗാൾ കവി ദേശീയ ഗാനം ഇത് ചെയ്ത് ജനഗണമന പാടിയതുപോലെ തന്നെ ഇത് ബ്രിട്ടൻ്റെ ഒരു ദേശീയ ഗാനമായിട്ട് ഇത് ഇന്നും അവർ ആലപിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ട്രബിൾസ്, കഷ്ടകാലത്തിൽ, അതായത് ഒരു യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് ഏറ്റവും പ്രതിസന്ധിയായ ഒരു രാജ്യം കടന്നു പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയും, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമുള്ളമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ, നിൻ്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, നിൻ്റെ ഹോമയാഗം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ നിൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. ഇവിടെ കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ഒരു ദൈവം. ഇതെല്ലാം അനുഭവങ്ങളുടെ ഒരു വെളിച്ചം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ട്. ഇവിടെ അതിന് മുഖാന്തരമായിട്ട് യാക്കോബിൻ്റെ ദൈവം എന്ന ഒരു വിശേഷണം അവിടെ എടുക്കുക, യാക്കോബിൻ്റെ ദൈവം. ഇപ്പോൾ പൂർവ്വപിതാവ് യാക്കോബിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഓടിപ്പോക്കും എല്ലാം പരദേശവാസവും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം യാക്കോബിനോട് കൂടെ ഇരുന്ന ഒരു ദൈവം, യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ. യാക്കോബ് ആ ഓടിപ്പോക്കിൽ ഒരു സ്ഥലത്തെത്തി, നിലൂസ് എന്ന സ്ഥലത്തെത്തി, അവിടെ കല്ലെടുത്ത് തലയണിയായി വെച്ച് ഉറങ്ങുന്നു. ബഥേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ല് തലയണി വെച്ച് ഉറങ്ങുമ്പോൾ അവിടെ ദൈവത്തോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ എന്നോട് കൂടെ ഇരിക്കണം, ഈ യാത്രയിൽ എന്നെ സഹായിക്കണം, എന്നെ മടക്കി വരുത്തണം, എനിക്ക് സൗഖ്യം തരണം, എൻ്റെ ജീവിത ആവശ്യങ്ങളെല്ലാം നിർവഹിക്കണം എന്ന്. അത് അവിടെ പറയുകയാണ്. ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിലാണ് ദൈവത്തോട് ചോദിക്കുക, ഞാൻ നിന്നോട് കൂടിയുണ്ട്, നീ പോകുന്നു. അപ്പോൾ യഹോവ ഈ സ്ഥലത്ത് നേർച്ച നേർന്നത്. ദൈവം 20-ാമത്തെ വാക്യത്തിൽ യഹോവ യാക്കോബിന് നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അവിടെ ടൈപ്പ് കൊടുക്കുന്ന ഒരു തീരുമാനം അവിടെ യാക്കോബ് എടുക്കുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചാൽ, എന്നെ മടക്കി വരുത്തുമെങ്കിൽ എനിക്ക് ലഭിക്കുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്നുള്ളൊരു തീരുമാനമൊക്കെ അവിടെ എടുക്കുകയാണ്. പിന്നെ ആ കല്ല് തൂണായി നിർത്തി കല്ല് ദൈവത്തിൻ്റെ ആലയമാകുമെന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ പോകുന്ന യാത്ര കൂടിയിരിക്കണം, എന്നെ കാക്കണം, ഭക്ഷിപ്പാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം, പിന്നെ സൗഖ്യം. ഇതെല്ലാം ദൈവത്തോട് ചോദിക്കുകയാണ്. ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ യാക്കോബ് തന്നെ സാക്ഷിക്കുന്നുണ്ട് ഈ ദൈവം കൂടെ ഇരുന്നു എന്നുള്ളത്. ഒടുവിലായിട്ട് യാക്കോബ് പറയുകയാണ്, ഞാൻ ഭുജിച്ചു പോകുന്ന ദൈവം, ഇതുവരെയും എന്നെ പുലർത്തിയ ദൈവം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്,
പിന്നെ അവൻ യോസെഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാർ അബ്രഹാം ഇസ്ഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുവാനിടയാകട്ടെ എന്ന് പറയുകയാണ്. ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവമെന്ന്. ആ യാക്കോബിൻ്റെ പൂർവ്വത യാക്കോബിൻ്റെ നാമത്തിൽ ആണ് അവർ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നീ ഉയർത്തുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആശ തുടക്കുകയാണ്. വിശുദ്ധ മന്ദിരത്തിൽ സഹായമായിക്കട്ടെ, സിയോന് നിന്നെ താങ്ങുമാറാകട്ടെ. അതെല്ലാം ആശീർവാദ പ്രാർത്ഥന. നിന്റെ വഴിപാടുകളൊക്കെ അവനെ ഓർക്കട്ടെ, നിന്റെ ഹോമയാൻ കൈക്കൊള്ളുകൂടുമാറാകട്ടെ. പക്ഷെ നമുക്കിന്നായി അങ്ങനെയുള്ള യാഗങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ യാഗം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലുള്ള വിശ്വാസമാണ്. ഇതാണ് പ്രവർത്തികളല്ല, വിശ്വാസത്താലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തിന് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പഴയ നിയമത്തിലുണ്ടെങ്കിൽ അവിടെ യാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഏകയാഗം യേശുവിൻ്റെ യാഗത്തിലാണ്. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഇങ്ങനെ പറയുമ്പോൾ ഹൃദയത്തിൽ ആഗ്രഹം നല്ലതായിരിക്കണം. ആ ദൈവവചനം അനുസരിച്ച് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നല്ലതായിരിക്കും. ദൈവിക പ്രമാണത്തിനനുസരിച്ചായിരിക്കണം. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൂടി ഉയർത്തും. യഹോവ തൻ്റെ അഭിഷിക്തൻ രക്ഷിക്കുന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു, അവൻ വിശുദ്ധ സ്വർഗ്ഗം. ഇത് കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ അതാണ് നിവർത്തീകരിക്കപ്പെടുകയാണ്. തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു. ഗത്സമനയിലേക്ക് പ്രാർത്ഥന, യേശുവിൻ്റെ ജയം, അതൊക്കെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. ദൈവത്തിൻ്റെ ജയം, കർത്താവ് യേശുക്രിസ്തുവാണ് ജയിച്ചവൻ. ആ ജയത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അവൻ്റെ ജയം നമുക്കുള്ളതാണ്. ഇനി 7-ാമത്തെ വാക്യത്തിൽ അതിന് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിപരീതമായൊരു ആശയം അവിടെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവം യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുവോ എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങളെ അപേക്ഷിക്കുമ്പോൾ ഉത്തരം വരളണമേ എന്ന്. ഇവിടെ പറയാം, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഈ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ശക്തിയിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ എന്തെങ്കിലും പാടവത്തിലോ ഒന്നിലും ആയിരിക്കരുത്. മനുഷ്യരിലോ സമ്പത്തിലോ ഒന്നിലും ആശ്രയിക്കാതെ, ഒരു ബലത്തിലോ ശക്തിയിലോ ജ്ഞാനത്തിലോ ഒന്നിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്, ഇല്ലെങ്കിൽ എല്ലാം പരാജയങ്ങളാണ്. എല്ലാം ഒടുക്കും, എല്ലാം പരാജയമാണ്. അതുകൊണ്ട് ദൈവം കൂടെയുള്ളതാണ് ആത്യന്തികമായ ജയം. തൽക്കാലം കഷ്ടമെന്ന് നമുക്ക് തോന്നിയാലും അതിൻ്റെ അകത്ത് എല്ലാം ഒരു ജയത്തിൻ്റെ ഇതുണ്ട്. സമ്പൂർണ്ണ വിജയമാണ് അതിൻ്റെ പരിണതഫലം എന്ന് പറയുന്നത്, ജയം. ആ തോൽവികളും നമ്മൾ ചിന്തിക്കുന്ന ലോകം പറയുന്ന കാര്യങ്ങൾ പോലും ജയത്തിൻ്റെ പരിശീലന കളരിയായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ അഭ്യസന പാഠങ്ങളായിട്ട് അത് മാറുന്നതായിട്ട് നമുക്ക് ദൈവം മനസ്സിലാക്കി തരും. ഇവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒരു 31-ാമത്തെ ഇതിലേക്ക് വരുമ്പോൾ രഥവും കുതിരയും എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കിയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന്, മിസ്രയീം ലോകത്തെ കാണിക്കുന്ന ഈജിപ്റ്റ് ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധിയുള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവർ മഹാബലവാന്മാരായതുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നു. അയ്യോ കഷ്ടം. കണ്ടോ, അവിടെ കുതിര, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന പറയും. ഇവിടെ കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും, അതായത് ലൗകികമായ ആശ്രയം അതിനെ കാണിക്കുന്നത്. കുതിരച്ചേവർ മഹാബലവാന്മാരായതുകൊണ്ടും അവരിൽ ആശ്രയിക്കുന്നു. അയ്യോ കഷ്ടം. എന്നാൽ അവനും ജ്ഞാനിയാകുന്നു, അതായത് ദൈവം അനർത്ഥം വരുത്തും, തൻ്റെ വചനം മാറ്റുകയില്ല. ദൈവം ദുഷ്കർമ്മികളെ ഗ്രഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിന് വിരോധമായി എഴുന്നേൽക്കും. മിസ്രയീമർ ദൈവമല്ല മനുഷ്യരത്ര. അപ്പോൾ അവരുടെ ആശ്രയം മനുഷ്യരില്ല. അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ. കണ്ടോ, അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്ര. അവർ ജഡീകമായ ആശ്രയത്തില്ല, ജഡത്തിൻ്റെ ശക്തിയിലാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ അത് അയ്യോ കഷ്ടമെന്നോ തകർച്ചയിലേക്ക് പോകുന്നതാണ് ദൈവോടെ പറയുന്നത്. എന്നാൽ നമ്മളെന്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കേണ്ടത്? സഖറിയ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം നമുക്ക് സുപരിചിതമായി കേട്ടുള്ള ഒരു വാക്യമായിരിക്കാം. 4:6 പറയുകയാണ്, അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്നാൽ സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. സെറുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് അവിടെ പറയുകയാണ്, സെറുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറയുക. അപ്പോൾ സൈന്യവും ശക്തിയൊന്നുമല്ല, നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ജയാളികളാണ്.
കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സകലത്തിൽ ക്രിസ്തുയേശു ഞങ്ങളെപ്പോഴും ജയോത്സവത്തോടെ നടത്തുക എന്നാണ് പൗലോസ് പറയുന്നത്, നടത്തുന്ന ദൈവം. ഇവിടെ പറയുകയാണ് അവൻ്റെ ഈ സെറുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിബന്ധങ്ങൾ, ഈ പർവ്വതം സമാനം വരുന്ന പ്രശ്നങ്ങളെല്ലാം, മഹാപർവ്വതമേ നീ ആര്, അതിനെ നോക്കി ദൈവം പറയുകയാണ്, നീ അത് സമഭൂമിയെ തരും, ഇത് മാറിപ്പോകും, മലകളെല്ലാം മാറിപ്പോകും, സമഭൂമിയെ തരും. അതിനെന്താണ്? കൃപ എന്ന ആർപ്പോടെ ആണിക്കൽ കയറ്റും. അവിടെ ഏതാണ് ജയത്തിന് കാരണം? ദൈവത്തിൻ്റെ കൃപ എന്ന ആർപ്പോടെ ആണിക്കൽ കയറ്റും. അവിടെ പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങത്തെ കാണാൻ കൃപ. അപ്പോൾ ഇവിടെ ആത്മാവും കൃപയും എല്ലാം ദൈവത്തിലുള്ള ആശ്രയം. അപ്പോൾ സമ്പൂർണ്ണമായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ജഡത്തിൽ ആശ്രയിക്കാനോ, മിസ്രയീം എന്ന് പറയുന്ന ലോകം, മിസ്രയീമിലേക്ക് ചെന്ന് രഥം, അതിന് കുതിരച്ചേവർ മഹാബലവാന്മാരാതും രഥം അനവധിയുണ്ടല്ല, രഥത്തിലൊക്കെ ആശ്രയിച്ച കുതിരകളെല്ലാം വളർത്തിയ ശലോമോൻ അവസാനം പരാജയപ്പെടുകയാണ്. ശലോമോൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇസ്രായേൽ ശേഷം 12 ഗോത്രങ്ങളെ ഇത് ഉണ്ടായിരുന്നത്. അത് 2 ഭാഗങ്ങളായിട്ട് യഹൂദയെന്നും ഇസ്രായേലെന്നും 2ആയിട്ട് അത് പിരിഞ്ഞത്. അതായത് ശലോമോന് 2 ദേശങ്ങളെ കിട്ടിയുള്ളൂ, 2 ദേശങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. മറ്റതെല്ലാം ശത്രുക്കൾ അപഹരിച്ചുകൊണ്ട് പോയി. രാജാവായിരുന്നു, ആദ്യകാലങ്ങളിലൊക്കെ നന്നായിട്ട് നിന്നു, സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വഴി വിട്ടുപോയി. മിസ്രയീമിൽ ചെന്ന് കുതിരാലയങ്ങൾ, രഥങ്ങൾ എത്ര എല്ലാം സമ്പാദിച്ചു. ദൈവം അതും സമ്പാദിക്കരുതെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അതെന്നും അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് ശലോമോൻ ജ്ഞാനിയായിരുന്നെങ്കിലും ശലോമോൻ്റെ അവസാനം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും അംഗീകരിക്കാത്ത, ഒരു മാതൃകയാക്കാത്ത ഒരു ജീവിതമാണ് ശലോമോൻ. എന്നാൽ ശലോമോൻ ദൈവം പകർന്ന ജ്ഞാനത്തെ നമ്മൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങളെ നമ്മൾ ഇന്നും സ്വീകരിക്കുന്നത്. അന്ന് നല്ലതായിരുന്നപ്പോൾ ശലോമോനിൽ കൂടി പകർന്നത്, ഇന്നും നല്ലത് തന്നെയാണ്. പക്ഷേ ആ വ്യക്തിത്വം അത് പിന്നീട് അത് മാറിപ്പോകുന്നതായിട്ട് കാണുകയാണ്. അനവധി ഭാര്യമാരെ എടുക്കുന്നു, തെറ്റായ ജീവിതശൈലിയിലേക്ക് പോകുന്നു, വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു, ജ്ഞാനത്തിൽ ആസ്വദിച്ചുകൊണ്ട് തെറ്റിപ്പോവുകയാണ്. നമുക്ക് എളിമയോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് യേശു ജയം വരിച്ചവനാണ്. നമ്മൾ ജയോത്സവമായി നമ്മൾ നടത്തും. എല്ലാ പരാജയങ്ങളെയൊക്കെ മാറ്റും. മലകളും കുന്നുകളും എല്ലാം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ മലകളും കുന്നുകളും. അതിനെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ കൃപ എന്തുവെന്നാൽ പൗലോസ് ഞാൻ അനവധി അധ്വാനിച്ചു അധികം പ്രാവശ്യം, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെ ദൈവകൃപയത്ര എന്ന് പറയുക. അങ്ങനെ നമുക്ക് സാക്ഷിക്കാൻ പറ്റണം. ദൈവത്തിനറിയാം നമുക്കൊരു ജയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ പുകഴ്ത്തും, നമ്മളെ തന്നെ പുകഴ്ത്തുന്ന അവസ്ഥയിലാണ് നമ്മളിന്നും ജയിച്ചിട്ടില്ല, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ഓരോ ജയത്തിനും നമ്മൾ സമ്പൂർണ്ണമായി ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്, അല്ലെങ്കിൽ ശത്രുവാണ് പ്രസാദിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാ മഹത്വവും മാനവും ദൈവത്തിന് അർപ്പിക്കാം, ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, ഇവിടെ രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ ജനങ്ങൾ ആശീർവദിക്കുമ്പോൾ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ എന്ന് പറയുമ്പോൾ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അവിടുന്ന് സഹായമായിരിക്കണമേ. എൻ്റെ സഹായം ആകാശഭൂമി സൃഷ്ടിച്ച യഹോവെങ്കിൽ നിന്നാകുന്നു പറയുവാൻ, ധൈര്യത്തോടെ പറയുവാൻ. മറ്റുള്ളതെല്ലാം സുനിശ്ചിതമല്ലല്ലോപ്പാ, എല്ലാം നിശ്ചയമില്ലാത്തതല്ലേ. ധനമത് നിശ്ചയമില്ലാത്തതാണ്. എന്നാൽ ഒന്നിൽ മാത്രം, നിന്നിൽ മാത്രം ആശ്രയിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങളെ പൊതിയണമേ. നിൻ്റെ ആത്മാവിനായി ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലും അത്രയെന്ന് തിരുവെഴുത്ത് ഞങ്ങളോട് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങൾ സമ്പൂർണ്ണമായി വഴി നടത്തണമേ. ഞങ്ങളുടെ ദേഹത്തെ മുഴുവനായി അവിടുന്ന് ഭരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും എല്ലാം അവിടുന്ന് ഭരിക്കണമേ. യേശുവെ രക്തത്താൽ ഞങ്ങൾ മൂടണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുന്ന് ക്രൂശിൽ ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാണ്ടിയെന്ന് ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നു. ആ ജയത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ നിൻ്റെ ഉത്തമ സാക്ഷികളായി ദിനം പ്രതി ജീവിപ്പാൻ കൃപ തരണമേ. എല്ലാറ്റിലും എന്ത് സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ കൊണ്ട് ഇടയാക്കി തരണമേ. ഒരിക്കലും സ്വയത്തിലോ സ്വന്തത്തിലോ സ്വന്തം ബുദ്ധിയിലോ ഒന്നും ആശ്രയിപ്പിന് ഇടയാകാതെ ഞങ്ങളോടൊന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും പരിജ്ഞാനവും എല്ലാം ഞങ്ങൾക്ക് പകർന്ന് ഞങ്ങൾ വഴി നടത്തണമേ. ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലും ഓരോ ചുവടുകളും ഓരോ പാഠങ്ങളും കഴിയുമ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുമാറാകട്ടെ. എല്ലാ മഹത്വവും നിനക്ക് ഞങ്ങൾ അർപ്പിക്കട്ടെ കർത്താവേ. ഇതുവരെയും തന്ന എല്ലാ കൃപകൾക്കായ സ്തുതി, നടത്തി വന്ന വഴികൾക്കായ സ്തുതി, എല്ലാം ശുഭകരമായി പരിസമാപ്തിയിലേക്ക് നയിക്കുവാൻ അവിടുത്തെ കൃപയ്ക്ക് സാധിക്കും എന്നുള്ളതിനായ സ്തുതി. മഹത്വത്തോടെ എടുക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിനായി തന്നെ. ആമേൻ.